ഓട്ടോറിക്ഷ യാത്ര കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമാണ്. എന്നാൽ മുതിർന്നവർക്കും ഏറെ കൗതുകം പകരുന്ന യാത്രാനുഭവമായിരിക്കും പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലെ സുമേഷിന്റെ ഓട്ടോയിലെ യാത്ര. ഈ ഓട്ടോയിലെ യാത്രികരൊന്നും ആ യാത്ര ഒരിക്കലും മറക്കാനിടയില്ല. അതുപോലെ ഓട്ടോ ഡ്രൈവർ സുമേഷിനെയും. സുമേഷിന്റെ ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ ലോകത്തിന്റെ ചരിത്രങ്ങളിലൂടെയും നാം യാത്ര ചെയ്തിരിക്കും. വിവിധ രാജ്യങ്ങളുടെ അപൂർവം തപാൽ സ്റ്റാമ്പുകളുടെയും നാണയങ്ങളുടെയും വൻ ശേഖരം തന്നെ ഈ ഓട്ടോറിക്ഷയിലുണ്ട്. ഓട്ടോയ്ക്കകത്തും പുറത്തുമൊക്കെയായി ആകർഷകമായി ഇവ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കുഞ്ഞിമംഗലം എടാട്ട് പറമ്പത്തെ സുമേഷിന്റെ കുട്ടിക്കാലം മുതലെയുള്ള ശീലമാണ് സ്റ്റാമ്പുകളും നാണയങ്ങളും ശേഖരിക്കുന്നത്. ഇപ്പോൾ 150ഓളം രാജ്യങ്ങളുടെ 5000-ലധികം സ്റ്റാമ്പുകൾ സുമേഷിന്റെ പക്കലുണ്ട്. വർഷങ്ങൾക്ക് മുൻപുള്ള പോസ്റ്റ് കാർഡ് മുതൽ ഇല്ലന്റ്, എയർമെയിൽ, പഴയ മുദ്രപത്രങ്ങൾ എന്നിവയും സുമേഷിന്റെ ശേഖരത്തിലുണ്ട്. നാണയശേഖരത്തിലാകട്ടെ നയാ പൈസ മുതൽ 1000 രൂപയുടെ നോട്ട് വരെയുണ്ട്. മുൻപ് ബസ് കണ്ടക്ടറായി ജോലി ചെയ്യുന്ന സമയത്ത് 1116-ലെ വെള്ളി നാണയമായ തിരുവിതാംകൂറിലെ പണം കയ്യിൽ കിട്ടിയത് മുതലാണ് നാണയശേഖരം തുടങ്ങിയതെന്ന് സുമേഷ് പറഞ്ഞു. പിന്നെ പക്ഷികളുടെ തുകൽ ശേഖരിക്കാൻ തുടങ്ങി. പിന്നെ അത് മുഴുവൻ കൊടുത്തിട്ടാണ് സ്റ്റാമ്പ് ശേഖരണം എന്ന മഹാലോകത്തിൽ എത്തിച്ചേരുന്നത്. ഇപ്പോൾ നിരവധി രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ, ഏകദേശം 150ഓളം രാജ്യങ്ങളുടെ 5000-ലധികം മിനിയേച്ചർ ഷീറ്റുകളോട് കൂടിയ സ്റ്റാമ്പുകൾ എന്റെ ശേഖരണത്തിലുണ്ട്. ഇപ്പോൾ 120ഓളം രാജ്യങ്ങളുടെ നാണയങ്ങളും കറൻസികളും ഈ ഓട്ടോ ഡ്രൈവറുടെ ശേഖരത്തിലുണ്ട്. ഇതിൽ പലതും ഓട്ടോറിക്ഷയിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. 5000-ലധികം മെമ്പർമാരുള്ള കാനനൂർ ഫിലാറ്റ്ലി ക്ലബിലെ സജീവ പ്രവർത്തകനാണ് സുമേഷ്. എല്ലാ മാസവും അവസാന ഞായറിൽ കണ്ണൂർ പോസ്റ്റ് ഓഫീസിൽ ഇവർ ഒത്തുചേരാറുണ്ട്. ഇന്ത്യൻ സിനിമയുടെ 100ാമത് വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ 50 സിനിമാ താരങ്ങളുടെ സ്റ്റാമ്പുകളിൽ ഇടം പിടിച്ച ഏക മലയാളിയായ പ്രേം നസീറിന്റെ സ്റ്റാമ്പാണ് സുമേഷിന്റെ ശേഖരത്തിലെ പുതിയ അതിഥി. ഇപ്പോൾ സ്കൂളുകളിലും മറ്റു സ്ഥലങ്ങളിലും ഇവ പ്രദർശിപ്പിക്കുകയും അവയെക്കുറിച്ച് കൃത്യമായി വിവരണം നൽകാനും സുമേഷ് ശ്രദ്ധ ചെലുത്താറുണ്ട്. എന്തായാലും സുമേഷിന്റെ PM 906 നമ്പർ ഓട്ടോയിലെ യാത്ര ചരിത്രപഥങ്ങളിലൂടെയുള്ള ഒരു യാത്രാനുഭവം തന്നെയാണ്.